ഗ്രേഡിൻ്റെ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ അറേഞ്ച്മെൻറ്റ് ഓഫ് റെസിസ്റ്റേഴ്സ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സീരീസ് കോമ്പിനേഷനെ പറ്റി പഠിച്ചു അല്ലേ? എന്തായിരുന്നു സീരീസ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ റെസിസ്റ്ററിനെ ഇങ്ങനെ ഒന്നിന് പുറകെ ഒന്നായിട്ട് കണക്ട് ചെയ്താൽ ഇതിനെയാണ് നമ്മൾ സീരീസ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സീരീസ് കോമ്പിനേഷനിൽ നമ്മൾ എന്താ പഠിച്ചത്? ഈ സീരീസ് കോമ്പിനേഷനിൽ ഈ പറയുന്ന ഒന്നാമത്തെ റെസിസ്റ്ററിലൂടെയും രണ്ടാമത്തെ റെസിസ്റ്ററിലൂടെയും പോകുന്ന കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. ഈ പറയുന്ന ഒന്നാമത്തെ ആൾക്ക് കിട്ടുന്ന വോൾട്ടേജും രണ്ടാമത്തെ ആൾക്ക് കിട്ടുന്ന വോൾട്ടേജും എന്തല്ല? സെയിം അല്ല. അതായത് ഈ ബാറ്ററി കൊടുക്കുന്ന വോൾട്ടേജ് ആയിട്ടുള്ള വി ചെയ്യുവാണ് ഇവിടെ ഡിവൈഡ് ചെയ്താണ് പോകുന്നത്. ആദ്യത്തെ ആൾക്ക് കൂടുതൽ കിട്ടുമെന്നും രണ്ടാമത്തെ ആൾക്ക് കുറച്ച് കിട്ടുമെന്നും തൽക്കാലം നമുക്ക് ഒന്ന് ഊഹിച്ചു വയ്ക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു, അങ്ങനെ രണ്ടുപേരും സീരീസ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ രണ്ടുപേരും കൂടെ ചേർന്ന സർക്യൂട്ടിൽ കൊടുക്കുന്ന റെസിസ്റ്റൻസ് എത്ര എന്ന് ചോദിച്ചാൽ സിമ്പിളാണ്. രണ്ടുപേരെയും കൂടി നമ്മൾ കൂട്ടിയാൽ മതി. നമുക്ക് എന്ത് കിട്ടും? ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടും. എന്താ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇത് രണ്ടും കൂടെ ചേർന്ന് അല്ലെങ്കിൽ ഇത് രണ്ടിനും പകരം നമ്മൾ ഒരു റെസിസ്റ്റർ സർക്യൂട്ടിൽ കൊടുത്താൽ ആ റെസിസ്റ്ററിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരുടെയും സമ്മായിരിക്കും. അതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് ഓർക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. കണക്ഷനിൽ കറണ്ട് സെയിമും വോൾട്ടേജ്. ഇനി പാരലൽ കണക്ഷനിലോട്ട് വരുമ്പോഴത്തേക്കും കാര്യങ്ങളിവിടെ മാറുകയാണ്. അപ്പോൾ ഈ സർക്യൂട്ട് ഡയഗ്രം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇവിടെ കണ്ടോ, ഇവിടെ ഈ പറയുന്ന ബാറ്ററി കൊടുത്തേക്കാണ്. അപ്പോൾ അതുവഴി അതിൻ്റെ ഭാഗമായിട്ട് ചാർജ് ഫ്ലോ ചെയ്യുകയാണ്, അല്ലെങ്കിൽ കറണ്ട് ഫ്ലോ ചെയ്യുകയാണ്. ആ കറണ്ട് ഒരു പോയിന്റിൽ വെച്ച് എന്ത് ചെയ്യുന്നു? രണ്ട് ബ്രാഞ്ചുകളായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങളൊരു പൈപ്പിലൂടെ വെള്ളം പോകുന്നതിനെ പറ്റി ഒന്ന് ചിന്തിക്കുക. ഈ പൈപ്പിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ട് ബ്രാഞ്ചുകളായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ വരുന്ന വെള്ളം ഈക്വലായിട്ട് രണ്ട് ഭാഗങ്ങളോട്ട് പോകും. തൽക്കാലം നമുക്കൊന്ന് ഊഹിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഇതുവഴി വരുന്ന വെള്ളം എന്ത് ചെയ്യും? കുറച്ചിങ്ങോട്ടും കുറച്ചിങ്ങോട്ടുമായിട്ട് പോകും. ആണോ അല്ലേ? പക്ഷെ ആലോചിച്ച് നോക്കി, ഇവിടെ വരുന്ന ഇതുവഴി ഒഴുകുന്ന അത്രയും വെള്ളം ഇവിടെ ഉണ്ടോ? ഇല്ല. അത്രയും വെള്ളം ഇവിടെ ഉണ്ടോ? ഇല്ല. രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഇത്രയും വെള്ളം ആവുന്നത്. ഇതേ ലോജിക്കിൽ നമുക്ക് ഇവിടെ ഒന്ന് മനസ്സിലാക്കാൻ നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ബാറ്ററി ഉണ്ട്. ബാറ്ററിയുടെ ഫലമായിട്ട് ഇതുവഴി എന്ത് ചെയ്യുന്നു? ഒരു കറണ്ടായ ഐ ഫ്ലോ ചെയ്യുന്നു. ആ ഐ ഫ്ലോ ചെയ്യുന്നത് ആർക്കനുസരിച്ചാണ്? ഇവിടെ ഉണ്ടാകുന്ന വോൾട്ടേജിനനുസരിച്ചാണ്. അത് ബി എന്ന് പറയുന്ന പോയിന്റിൽ എത്തുന്നു, കറണ്ട് ഡിവൈഡ് ചെയ്യുന്നു, എന്തായിട്ട് മാറുന്നു? I1ഉം I2 ആയിട്ട് മാറുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഐ എന്ന് പറയുന്ന മൊത്തം കറണ്ടാണ് ഇവിടെ എന്തായിട്ട് മാറുന്നത്? I1 എന്നും I2 ആയിട്ട് മാറുന്നത്. ഇനി ഈ I1 പോകുന്നു, R1 ചേരുന്നു, I2 പോകുന്നു, R2 എത്തുന്നു. R1 ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ഈ റെസിസ്റ്റൻസിനെ ഓവർകം ചെയ്യാൻ എന്ത് ചെയ്യണം? ഇവിടെ വർക്ക് ചെയ്യണം. ആ വർക്കാണ് ഇവിടുത്തെ എന്തെന്ന് പറയുന്നത്? വോൾട്ടേജ് V1 എന്ന് പറയുന്നത്. അതുപോലെ R2 ചെയ്യേണ്ട വർക്കാണ് അവിടുത്തെ V2 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വോൾട്ടേജ് എന്ന് പറയുന്നത് ഇവിടെ സെയിം ആണോ ഡിഫറൻ്റ് ആണോ? നോക്ക്, ഇവിടെയും ഒരു കറണ്ട് വന്നു, ഒരു റെസിസ്റ്ററിനെ ഓവർകം ചെയ്തു. അപ്പോൾ ഒരു റെസിസ്റ്ററിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഒരു വർക്ക് ചെയ്തു എന്ന് മനസ്സിലാക്കുക. അതുപോലെ ഈ I2 എന്ന കറണ്ടും ഇവിടെ വന്നു, ഒരു റെസിസ്റ്ററിനെ ഓവർകം ചെയ്തു. അപ്പോൾ അവിടെ ചെയ്യേണ്ടതും ഒരു വർക്കാണെന്ന് വിചാരിക്കുക. അപ്പോൾ രണ്ടുപേരും ചെയ്ത വർക്ക് ഏതാണ്ട് ഒരുപോലെയല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുന്നത്, ഇവിടുത്തെ ഓരോ ഉപകരണത്തിനും കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് നമുക്ക് എന്താണെന്ന് പറയാം? സെയിം ആണെന്ന് പറയാം. ഓക്കെ, അപ്പോൾ നേരെ പഠിച്ച റെസിസ്റ്റർ സീരീസിന് ഓപ്പോസിറ്റ്. സീരീസ് കോമ്പിനേഷനിൽ നമ്മൾ കറണ്ട് എന്താണെന്ന് പറഞ്ഞു? സെയിം ആണെന്ന് പറഞ്ഞു. ഇവിടെ എന്ത് സെയിം ആണെന്ന് പറയുന്നു? വോൾട്ടേജ് സെയിം ആണെന്ന് പറയുന്നു. അപ്പോൾ ഒരു ഒന്നാമത്തെ പോയിന്റ്, ഇൻ എ പാരലൽ കോമ്പിനേഷൻ ദ വോൾട്ടേജ് ഫോർ ഈച്ച് റെസിസ്റ്റർ ഈസ് സെയിം. അതായത് വോൾട്ടേജ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു? ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. പക്ഷേ കറണ്ട് എന്ത് ചെയ്യുന്നു? ഓരോന്നായിട്ട് ഡിവൈഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെയും നേരത്തെ പോലെ ഒന്ന് കണ്ടുപിടിക്കാം. നമുക്കറിയാം, കറണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ മൊത്തം കറണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് I1 പ്ലസ് എന്താണ്? I2 ആയിരിക്കും. നമുക്ക് ഓംസ് ലോ അനുസരിച്ച് I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത്? അത് V/R ആണെന്നറിയാം. അപ്പോൾ ക്യാപിറ്റൽ I എന്ന് വെച്ചാൽ എന്തായിരിക്കും? അത് ക്യാപിറ്റൽ V/R. I1 എന്ന് വെച്ചാൽ എന്തായിരിക്കും? അത് V1/R1. I2 എന്ന് വെച്ചാൽ എന്തായിരിക്കും? അത് V2/R. പക്ഷെ നമുക്കറിയാം, ഒരു പാരലൽ കണക്ഷനിൽ വോൾട്ടേജ് എന്ന് പറയുന്നത് V1 എന്ന് പറഞ്ഞാലും V2 എന്ന് പറഞ്ഞാലും എന്തായിരിക്കും? തുല്യമായിരിക്കും. സോ നമുക്ക് V പുറത്തെടുക്കാം. ഇവിടുന്ന് നമ്മൾ V പുറത്തെടുത്താൽ എന്ത് കിട്ടും? V പുറത്തു പോയി, പിന്നെ എന്തുണ്ട്? 1/R ഉണ്ട് അല്ലേ? ഇസ് ഈക്വൽ ടു V1 പുറത്ത് വന്നാൽ പിന്നെ എന്തുണ്ട്? 1/R1 ഉണ്ട്. പ്ലസ് V2നെ പുറത്തെടുത്താൽ എന്തുണ്ട്? പിന്നെ 1/R2 ഉണ്ട്.
വി എന്ന് പറഞ്ഞാലും V1 എന്ന് പറഞ്ഞാലും V2 എന്ന് പറഞ്ഞാലും സെയിം അല്ലേ? അപ്പോൾ നമുക്ക് ഈ വി എല്ലാം വെട്ടിക്കളഞ്ഞൂടെ, പിന്നെ നമുക്ക് എന്ത് കിട്ടും? 1/R എന്ന് പറഞ്ഞാൽ അത് 1/R1 പ്ലസ് 1/R2 ആയിരിക്കും. അതായത് ഒരു പാരലൽ കോമ്പിനേഷൻ്റെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല 1/R ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 അല്ലെങ്കിൽ R ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 ബൈ R1 ഇൻറ്റു R2 എന്ന് നമുക്ക് ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ഇങ്ങനെയാണ് നമ്മൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. കണ്ടോ, നമ്മൾ വി എടുത്തു, ആർ എടുത്തു, കോമൺ എടുത്തു. ഒക്കെ ഇത് പറ്റി ഇവിടെ ഫോർമുല ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞത് ഈ R1 പ്ലസ് R2 ബൈ R1 ഇൻറ്റു R2 എന്ന് പറയുന്നത് എന്താണ്? ഇടതുവശത്ത് 1/R അല്ലേ? 1/R ആണ്. അപ്പോൾ ഇതിൽ നിന്ന് R എടുക്കുമ്പോഴത്തേക്കും എന്ത് പറ്റും? റെസിപ്രോക്കലാണ് അല്ലേ? തിരിയും. എന്ത് വരും? R1 R2 ബൈ എന്താണ്? R1 പ്ലസ് R2 എന്ന് വരും. ഇതാണ് നമ്മൾ പഠിച്ചു വയ്ക്കേണ്ട ഇക്വേഷൻ. ഓക്കെ, ഇതാണ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള. ഇതാണ് നമുക്കിത് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ ആണോ? ഇവിടെ പറയുകയാണ്, ശ്രദ്ധിച്ചോളണേ. പാരലൽ കണക്ഷനിൽ നമ്മൾ സർക്യൂട്ടിൽ കറണ്ടിനെ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ബാറ്ററി ഉണ്ട്, അതിൻ്റെ വോൾട്ടേജ് വി ആണ്. ഈ ബാറ്ററി കാരണം ഇതുവഴി ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അതൊരു പോയിന്റിൽ വെച്ച് 2 ബ്രാഞ്ചുകളായിട്ട് തിരിയുന്നു. സോ കറണ്ട് എന്ന് പറയുന്നത് 2 ബ്രാഞ്ചുകളായിട്ട് മാറുന്നു, I1ഉം I2. ഈ I1ഉം I2ഉം എവിടെ നിന്നാണ് വരുന്നത്? ഐയിൽ നിന്ന് വരുന്നതുകൊണ്ട് നമുക്ക് I എന്ന് വെച്ചാൽ I1 പ്ലസ് I2 എഴുതാം. തെറ്റില്ലല്ലോ. ഇനി I1 പോയിട്ട് ഇവിടെ ഒരു വോൾട്ടേജ് കൊടുക്കുന്നു V1, I2 പോയിട്ട് ഇവിടെ കൊടുക്കുന്ന വോൾട്ടേജ് V2, അല്ലെങ്കിൽ ഇവിടെ കിട്ടുന്ന വോൾട്ടേജ് V2. പക്ഷെ നോക്ക്, എന്താണ് വി എന്ന് വെച്ചാൽ 2 പോയിന്റുകൾക്ക് ഇടയിലൂടെ ചാർജിനെ മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന വർക്കാണ് എന്ത്? വോൾട്ടേജ്. അപ്പം നോക്ക്, ഇവിടെയും ഇവിടെയും, അതായത് നമ്മൾ ഈ പറയുന്ന R1ലും R2ലും ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് ചാർജിനെ കൊണ്ടുപോകാൻ ചെയ്യുന്ന വർക്ക്, ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലോട്ട് ചാർജിനെ കൊണ്ടുപോകാൻ ചെയ്യുന്ന വർക്ക് വി. അപ്പോൾ അത് രണ്ടിടത്തും ഒരു പോയിന്റിലല്ലേ, 2 സെയിം അല്ലേ, ഒരേ ദൂരമല്ലേ, ഒരേ റെസിസ്റ്റേഴ്സ് അല്ലേ, ഒരേ വാല്യൂ അല്ലേ? അപ്പോൾ അവിടുത്തെ വോൾട്ടേജ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ പാരലൽ കോമ്പിനേഷൻ എന്താണ്? വോൾട്ടേജ് ഈസ് സെയിം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതുവഴി പോകുന്ന കറണ്ട് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? I1നെയും I2നെയും പരസ്പരം കൂട്ടിയാൽ മതി. പക്ഷേ നമുക്കറിയാം I എന്ന് വെച്ചാൽ V/R ആണ്. അപ്പോൾ V/R ഈക്വൽ ടു V1/R1 പ്ലസ് V2/R2. പാരലൽ കോമ്പിനേഷനിലെ വോൾട്ടേജുകൾ കിട്ടുന്നത് സെയിം ആയതുകൊണ്ട് നമ്മൾ വോൾട്ടേജ് കോമൺ ആയിട്ട് എടുത്ത് കളയുമ്പോൾ നമുക്ക് കിട്ടും 1/R എന്ന് വെച്ചാൽ 1/R1 പ്ലസ് 1/R2 ആണ്. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് റെസിപ്രോക്കൽ എടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? R ഈസ് ഈക്വൽ ടു R1 R2 ബൈ R1 പ്ലസ് R2 എന്ന് കിട്ടുന്നത്. ഇതാണ് എന്ത്? പാരലൽ കോമ്പിനേഷനിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഉള്ള ഫോർമുല. എന്ന് വെച്ചാൽ ഞാനൊരു പാരലൽ കണക്ഷൻ എടുത്ത് വിചാരിക്കുക. ഈ പാരലൽ കണക്ഷനിൽ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ഈ പറയുന്ന സർക്യൂട്ടിൽ മൊത്തത്തിൽ കൊടുക്കുന്ന റെസിസ്റ്റൻസ് ആണ് എന്ത്? 1/R എന്ന് പറയുന്നത്. അതാണ് എന്തിന് ഈക്വല്? 1/R1 പ്ലസ് 1/R2 ഈക്വൽ. അതായത് ഇവർക്ക് രണ്ടുപേർക്കും പകരം ഞാനിവിടെ ഒരു റെസിസ്റ്ററിനെ കൊടുത്തെങ്കിൽ അവൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ രണ്ടും കൂടി എടുക്കുന്ന സമ്മിന് ഈക്വൽ ആയിരിക്കും. ഇങ്ങനെ ഫ്രാക്ഷൻ സം എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? സിംപ്ലിഫൈ ചെയ്തിട്ട് R1 ഇൻറ്റു R2 ബൈ എന്താണ്? R1 പ്ലസ് R2 എന്ന ഫോർമുല എടുത്തത്. ഇത് കാണാതെ പഠിച്ച് വെച്ചോളാം. ഓക്കെ ആണല്ലോ? ശരി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ചോദ്യങ്ങളൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ചോദ്യം പറഞ്ഞിരിക്കുന്നത് ഒരു കാര്യം കൂടി ഉണ്ട്. നമ്മൾ അവിടെ പഠിച്ച പോലെ ഒന്നിലധികം റെസിസ്റ്റേഴ്സിന് നമ്മൾ കണക്ട് ചെയ്താൽ അവിടെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല R/N ആണ്. ഞാനൊരു ഈ ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ആ ചോദ്യമല്ല ഈ ചോദ്യം. ശരി, നമുക്കപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാൻ ശ്രമിക്കാം. റെസിസ്റ്റേഴ്സ് 6 ഓമും 3 ഓമും ഒരു 6 വോൾട്ട് ബാറ്ററി കണക്ട് ചെയ്തിരിക്കും. അങ്ങനെയാണെങ്കിൽ സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ആരെ വരയ്ക്കും? ബാറ്ററി വരയ്ക്കും. ബാറ്ററിയുടെ വോൾട്ടേജ് എന്ന് പറയുന്നത് 6 വോൾട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ വയർ എടുക്കുന്നു, ഇവിടെ എത്തുന്നു, 2 ബ്രാഞ്ചായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. മുകളിലത്തെ ബ്രാഞ്ചിൽ നമ്മൾ ഒരു റെസിസ്റ്ററിനെ കൊടുക്കുന്നു, താഴത്തെ ബ്രാഞ്ചിൽ നമ്മൾ മറ്റൊരു റെസിസ്റ്ററിനെ കൊടുക്കുന്നു, രണ്ടിനെയും തമ്മിൽ ജോയിൻ ചെയ്യുന്നു, നെഗറ്റീവിലേക്ക് വന്ന് കൊടുക്കുന്നു. മുകളിലത്തെ ആൾ ഞാൻ തൽക്കാലം 6 ഓം എന്നെടുത്തു, താഴത്തെ ആൾ ഞാൻ എത്രയെന്ന് എടുത്തു? 3 ഓം എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ ചോദിച്ചിട്ടുള്ള സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാനാണ് നമ്മളത് വരച്ചു കഴിഞ്ഞു. ഇനി ചോദിച്ചിട്ടുള്ളത് ഇവിടെയൊക്കെ കറക്റ്റ് ടച്ച് ആയിരിക്കണം കേട്ടോ. അടുത്ത് ഫൈൻഡ് ദ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഫോർമുല R1 എന്ന് വെച്ചാൽ 6 ഓം, R2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ഓം. അങ്ങനെയാണെങ്കിൽ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് വെച്ചാൽ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്?
R1 ഇൻറ്റു R2 ബൈ R1 പ്ലസ് R2. ഇതാണ് ചെയ്യാൻ ഏറ്റവും സിമ്പിൾ ഫോർമുല എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ R1 എത്ര? 6 ഇൻറ്റു 3 ബൈ 6 പ്ലസ് 3. 6 ഇൻറ്റു 3 എത്ര? 1 6 6 2 6 12 3 പ്രാവശ്യം 18 ബൈ 9 അല്ലേ? 18 ബൈ 9. അപ്പോൾ 18 ബൈ 9 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 18 ബൈ 9 ചെയ്യും പകുതി അല്ലേ? 2 എന്ന് കിട്ടും. അപ്പോൾ 2 ഓമാണ് ഇവിടുത്തെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. സോ ബിയുടെ ഉത്തരം കിട്ടി, ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടി. എയുടെ ഉത്തരവും അങ്ങനെയാണെങ്കിൽ സിയുടെ ഉത്തരം കാൽക്കുലേറ്റ് ചെയ്ത കറണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കറണ്ട് എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? I = V/R ആണ്. സോ ഇവിടുത്തെ വി എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? അത് 6 ആണ്. കാരണം വോൾട്ടേജ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? അത് 6 വോൾട്ട് ആണ്. അപ്പോൾ 6 എന്ന് വെച്ചാൽ ഇവിടെ ഏത് R എടുക്കണം? ഇതെടുക്കോ? അല്ല, നമ്മൾ എടുക്കേണ്ട ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ് 2. സോ 3 ആണ് എന്ത് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ആണ് 3 ആംപിയർ ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കറണ്ട് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം, ഇഫ് റെസിസ്റ്റേഴ്സ് ഓഫ് ദ സെയിം വാല്യൂ ആർ കണക്റ്റഡ് ഇൻ പാരലൽ വാട്ട് വിൽ ബി ദ കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ. അതായത് ഇവിടെ നമ്മൾ എടുത്ത പോലെ അല്ല, ഈ മുകളിലും താഴെയും ഒരേ റെസിസ്റ്റൻസ്. അപ്പോൾ 6 ആണെങ്കിൽ ഇവിടെ 6, 3 ആണെങ്കിൽ ഇവിടെയും 3 എടുത്താൽ രണ്ടുപേർക്ക് കിട്ടുന്ന കറണ്ട് എത്രയെന്നാണ് ചോദ്യം. ഇപ്പോഴാണ് കറണ്ട് എന്താണ്? സെയിം ആണ്. ഞാൻ നേരത്തെ പൈപ്പിൽ കൂടെ വെള്ളം പോകുന്ന കാര്യം പറഞ്ഞൊന്ന് ഓർമ്മയില്ലേ? അതങ്ങ് ആലോചിച്ചാൽ മതി. ഒരു പൈപ്പിലൂടെ വെള്ളം വരുന്നു, അത് 2 ഈക്വൽ ബ്രാഞ്ചുകളിലോട്ട് പോകുന്നു അല്ലേ? 2 റെസിസ്റ്റേഴ്സും ഒരേ വാല്യൂ ആകുമ്പോൾ രണ്ടുപേർക്കും വേണ്ട കറണ്ട് സെയിം. അപ്പോൾ 2 ഈക്വൽ പൈപ്പിലൂടെ പോകുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവൻ്റെ അടുത്തും ഈക്വൽ വെള്ളം പോവും, ഇവൻ്റെ അടുത്തും ഈക്വൽ വെള്ളം പോവും. സോ കറണ്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അടുത്ത ചോദ്യം, വാട്ട് വിൽ ബി ദ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് വെൻ 5 10 ഓം റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ എത്ര റെസിസ്റ്റേഴ്സ് ഉണ്ട്? 5 എണ്ണം ഉണ്ട്. ഒരു റെസിസ്റ്ററിൻ്റെ വാല്യൂ എത്രയാണ്? 10 ഓം ആണ്. അങ്ങനത്തെ 10 എണ്ണത്തിന് നമ്മൾ എന്ത് ചെയ്യാണ്? കണക്ട് ചെയ്യുകയെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതായത് ഒരു പോയിന്റിൽ നിന്ന് ഞാൻ 1 2 3 4 5 6 7 8 9 10 ഇങ്ങനെ 10 എണ്ണത്തിനെ ഒരുമിച്ച് കണക്ട് ചെയ്ത് വെച്ചു. എന്നിട്ട് എല്ലാത്തിനും കൂടെ ചേർത്ത് ഞാനൊരു ബാറ്ററി കൊടുത്താൽ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് തരുന്ന റെസിസ്റ്റൻസ് എത്രയെന്നാണ് ചോദ്യം. സിമ്പിളാണ്. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഇഫക്റ്റീവ് റെസിസ്റ്റൻസ്. സത്യത്തിൽ ഇതിൻ്റെ ഫോർമുല എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ 1/R ആണല്ലോ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് എക്സെട്ര പ്ലസ് 1/R10 എന്ന് എടുക്കണം. ഇതും എല്ലാം ഒരേ വാല്യൂ അല്ലേ? അപ്പോൾ അത് നമുക്ക് സം ചെയ്യുന്നതിന് വരെ എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് ടേംസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. സോ 1/R ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? നമ്പർ ഓഫ് ടേംസ് n ഇൻറ്റു എന്ത് കിട്ടും? 1/R എന്ന് കിട്ടും. സോ 1/R ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? n/R എന്ന് കിട്ടും. ഇതിൽ നിന്നും R അല്ലേ കണ്ടുപിടിക്കേണ്ട, അപ്പോൾ റെസിപ്രോക്കൽ. അപ്പോൾ R ഈസ് ഈക്വൽ ടു എന്താണ്? R/n. ഇവിടെ R എത്ര? 10/5 ദാറ്റ് ഈസ് ഈക്വൽ 2 ഓം ആണ് എന്ത് ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ഉത്തരം എത്രയാണ്? 2 ഓം. ഞാൻ ഫോർമുല വന്ന വഴി പറഞ്ഞു തന്നത്. നിങ്ങൾ ആ വഴിയൊന്നും പഠിച്ചു വെക്കേണ്ട, എന്ത് ചെയ്താൽ മതി? ഒരേ വാല്യൂ ഉള്ള റെസിസ്റ്റേഴ്സാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല R/n എന്നങ്ങ് കാണാതെ പഠിച്ചു വെച്ചു. ശരി, അടുത്ത ചോദ്യം ചോദിക്കുകയാണ്, ഫൈൻഡ് ദ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് ദ അറേഞ്ച്മെൻറ്റ് ഗിവൺ ഇൻ ദ ഫിഗർ 7.32. ഈ ഫിഗർ തന്നിരിക്കുന്നതിനകത്തുള്ള ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഇവിടെ പാരലൽ കണക്ഷനും ഉണ്ട്, സീരീസ് കണക്ഷനും ഉണ്ട് അല്ലേ? ഇവനും പാരലലാണ് പരസ്പരം. എന്നാൽ അവർ രണ്ടുപേരും കൂടി ഇവൻ എന്താണ്? സീരീസ് ആയിട്ടാണ്. അപ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പാരലലായി നിൽക്കുന്ന രണ്ടുപേരുടെയും ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിരിക്കും? R1 R2 അല്ലേ? അപ്പോൾ 2 × 2/R1 + R2. അപ്പോൾ എത്ര? 2 + 2. അപ്പോൾ 2 × 2 4/2 + 2 4 ദാറ്റ് ഈസ് ഈക്വൽ 1 ഓം. എന്ന് വെച്ചാൽ ഈ നിൽക്കുന്ന ഈ രണ്ടും കൂടെ ചേർന്ന് ഈ സർക്യൂട്ടിൽ കൊടുക്കുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? അത് 1 ഓം ആണ്. അതായത് ഇവന് ശേഷം ഇങ്ങനെ കണക്ഷൻ പോകാതെ ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു റെസിസ്റ്റൻസ് നിൽക്കുന്ന പോലെയാണ് വന്നെങ്കിൽ ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 1 ഓം ആയിരിക്കും. അങ്ങനെയല്ലേ ഇവിടെ വെച്ചല്ലേ ഡിവൈഡ് ആവുന്നത്. ഈ ഡിവൈഡ് ആയവർ രണ്ടുപേരും കൂടെ ചേർന്ന് കൊടുക്കുന്നത് 1. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇമാജിൻ ചെയ്താലും തെറ്റില്ല. അപ്പോൾ നോക്കി എന്താ പറ്റുന്നത്? ഇപ്പോഴത്തെ സർക്യൂട്ട് ഡയഗ്രം എങ്ങനെയായിരിക്കും? ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ പറയുന്നതാണേ കേട്ടോ. ഇവൻ 2 ഓം,
ഇവൻ 1 ഓം. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും പരസ്പരം സീരീസ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? അത് R1 പ്ലസ് R2 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര? 2 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഓം ആണ് നമ്മൾ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ആൻസർ എത്രയാണ്? 3 ഓം ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നാൽ എന്ത് ചെയ്യണം നമ്മൾ ആദ്യം നമ്മൾ അതിനകത്തുള്ള പാരലൽ കണക്ഷൻ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നിട്ട് അവർ രണ്ടുപേരുടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ആ കിട്ടുന്ന ഇഫക്റ്റീവ് റെസിസ്റ്റൻസിനെ നമ്മൾ മറ്റവനും സീരീസ് ആണെന്ന് അസ്യൂം ചെയ്തിട്ട് രണ്ടും കൂടെ കൂട്ടി ഫൈനൽ ഉത്തരം എഴുതണം. ഇതാണ് അതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിനകത്ത്. ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രത്തോളം ചോദ്യം ചെയ്ത് പഠിച്ചാലേ നമുക്ക് തലയിൽ കയറുള്ളൂ. ഒരു തവണ ഞാൻ പറഞ്ഞു തരുമ്പോൾ കേട്ടോണ്ടിരിക്കാൻ എളുപ്പമാണെങ്കിലും ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഇതാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ഇനി അവസാന ടോപ്പിക്ക് വേറൊന്നുമില്ല. ഞാൻ നേരത്തെ പറഞ്ഞു തന്ന കാര്യം, നമ്മൾ സർക്യൂട്ടിൽ കണക്ട് ചെയ്യുന്ന ബൾബും ഹീറ്ററും അയണും എല്ലാം എന്ത് തന്നെയാണ്? റെസിസ്റ്റേഴ്സ് തന്നെയാണ്. ഇനി ഇതാ ഇവിടെ ഒരു ചോദ്യം പറഞ്ഞ് ശ്രദ്ധിക്കുക. 3 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ബൾബ്. സോ ഇത് 3 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ബൾബാണ്. അവിടെ നമ്മൾ ഒരു 9 വോൾട്ട് കൊടുത്തു. ഓക്കെ, 3 വോൾട്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ബൾബിനെ 9 വോൾട്ട് സോഴ്സ് കൊടുത്താൽ കൂടുതൽ വോൾട്ടേജ് അല്ലേ ഇതിലോട്ട് വരുന്നത്? അപ്പോൾ അത് തടയാൻ വേണ്ടി നമ്മളിവിടെ എന്ത് ചെയ്തു? ഒരു 12 ഓം റെസിസ്റ്ററിനെ കൊടുത്തു. ഞാൻ ചാപ്റ്റർ തുടങ്ങിയ സമയത്ത് നമുക്ക് ആ LED ബൾബിൻ്റെ കാര്യം അല്ലെങ്കിൽ ഈ റെസിസ്റ്റർ എന്താണെന്ന് പഠിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തന്നു അല്ലേ? ഇപ്പോൾ എന്ത് പറ്റും? ഈ 12 ഓം റെസിസ്റ്റർ ഇവിടെ ഉള്ളത് കൊണ്ട് ഈ 9 വോൾട്ടിനെ ഇവിടെ കുറയ്ക്കും അല്ലേ? ഇവിടെ എന്ത് പറ്റും? ഈ സീരീസ് ആയിട്ടുള്ളവൻ ഇവിടുത്തെ ഈ പറയുന്ന 12 ഓമിനെ ഓവർകം ചെയ്യുമ്പോൾ തന്നെ വോൾട്ടേജ് നല്ല രീതിയിൽ കുറയും. ബാക്കി വോൾട്ടേജ് ബൾബിന് കിട്ടുകയുള്ളൂ. ബൾബിൻ്റെ റെസിസ്റ്റൻസ് 6 ഓമാണ്. അപ്പോൾ എന്ത് പറ്റും? ബൾബ് വർക്ക് ചെയ്യും. നേരെ മറിച്ച് രണ്ടാമത്തെ സർക്യൂട്ടിൽ ഞാൻ ഈ 12 ഓം റെസിസ്റ്ററിനെ മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റും? 9 വോൾട്ടേജ് ഡയറക്റ്റായിട്ട് പോയിട്ട് ഈ ബൾബിൽ എത്തുകയാണ്. അപ്പോൾ ബൾബ് എന്ത് ചെയ്യും? ബൾബ് 3 വോൾട്ട് വർക്ക് ചെയ്യേണ്ട 3 വോൾട്ട് വർക്ക് ചെയ്യേണ്ട ബൾബിലോട്ട് 9 വോൾട്ട് വന്നാൽ എന്ത് പറ്റും? ഇത് അടിച്ചു പോകും. ഓക്കെ, സോ വിച്ച് സർക്യൂട്ട് ഹാസ് മോർ റെസിസ്റ്റൻസ് എന്ന് ചോദിച്ചാൽ അത് ഒന്നാമത്തെയാണ്. ഇൻ വിച്ച് സർക്യൂട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 3 വോൾട്ട് ഒബ്റ്റൈൻഡ് ബിറ്റ്വീൻ ദ എൻഡ് ഓഫ് ദ ബൾബ് എന്ന് ചോദിച്ചാൽ ഒന്നാണ്. കാരണം നോക്ക്, ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോക്കിയേ, ബൾബിൻ്റെ 2 എൻഡുകളിലും 3 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടുന്ന സർക്യൂട്ട് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. അത് ഒന്നാമത്തേന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്ക്, ഇവിടുന്ന് വരുന്ന 9 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അതിൻ്റെ ഒരു ഭാഗം ഈ പറയുന്ന 12 വോൾട്ടിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചു. അപ്പോൾ പിന്നെ ഇവിടെ പറയുന്ന രണ്ടാമത്തെ ബൾബിന് 9 കിട്ടുമോ? ഇല്ല, 9ൽ കുറവേ കിട്ടൂ. 12 ഓമിന് ഓവർകം ചെയ്യുമ്പോൾ ഏതാണ്ട് 6 ഓമോളം അവിടെ പോവും. അപ്പം ബാക്കി എത്ര? 3 വോൾട്ടേജ്, അതായത് 3 വർക്ക് ചെയ്യാനുള്ള ആരോഗ്യമേ ഇനിയുള്ള കറണ്ടിനുള്ളൂ. അതാണ് ഇവിടെ 3 വോൾട്ട് കിട്ടുന്നത്. ഇനി വാട്ട് ഹാപ്പൻ ടു ദ ബൾബ് ഇൻ ദ സർക്യൂട്ട് 7.33B? എന്ത് പറ്റും? ആ ബൾബ് എന്തായിട്ട് പോകും? അത് ഫ്യൂസ് ആയിട്ട് പോകും. കാരണം എന്താ? ഡയറക്റ്റ്ലി 9 വോൾട്ട് വന്ന് കയറുകയാണ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, റെസിസ്റ്ററുകൾ നമുക്ക് ചിലപ്പോൾ ഉപയോഗവും ആകാറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ. അതാണ് നമ്മുടെ ഇവിടെ ലാസ്റ്റ് ഒരു കാര്യം. നിങ്ങൾക്ക് എക്സ്പെരിമെൻറ്റിന് വേണ്ടി തരുന്ന LED ബൾബ്, ആ സാധനങ്ങളൊന്നും വീട്ടിലുള്ള 3 പിൻ പ്ലഗിലൊന്നും ചെന്ന് കൊടുത്ത് കളയരുത്, പിള്ളേരെ അടിച്ചു പോകും. കാരണം വീട്ടിൽ വരുന്ന കറണ്ട് AC കറണ്ടും നമ്മുടെ മൊബൈൽ ഫോണും ചെറിയ LED ബൾബും ഒക്കെ വർക്ക് ചെയ്യുന്ന കറണ്ട് DC കറണ്ടുമാണ്. AC കറണ്ടും DC കറണ്ടും തമ്മിലുള്ള വ്യത്യാസം അടുത്ത കൊല്ലം പഠിക്കാം. ഇപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഒരു ഡയറക്ഷനിൽ മാത്രം ഫ്ലോ ചെയ്യുന്ന കറണ്ടാണ് ഡയറക്റ്റ്. എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന കറണ്ടാണ് എന്ത്? ആൾട്ടർനേറ്റിംഗ് കറണ്ട്. നമ്മൾ AC കറണ്ടിനെ ഇങ്ങനെ ഒരു ഗ്രാഫൊക്കെ വെച്ചിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ലോജിക്ക് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നാൽ മൊത്തം കൺഫ്യൂഷൻ ആവും എന്നുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. മനസ്സിലാക്കി മാത്രം വയ്ക്കുക. ഒരു ദിശയിൽ മാത്രം ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഡയറക്റ്റ് കറണ്ട്, എന്നാൽ 2 ദിശയിൽ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ആൾട്ടർനേറ്റിംഗ് കറണ്ട്. ഇത്രയും പറയുന്നതോട് നമ്മൾ ഈ മനോഹരമായ ചാപ്റ്റർ തീരുന്നു. ഇനി ഒരുപാട് ചോദ്യം നമുക്ക് ചെയ്ത് പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്. അപ്പോൾ അതുവരെ ബൈ ബൈ.